ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗമാണ്. കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഭക്ഷണം പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ എത്രയോ പേർ ലോകത്തുണ്ട്. ഭക്ഷണം പാഴാക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. വേട്ടയാടി പച്ചമാംസം തിന്നു തുടങ്ങിയ മനുഷ്യൻ സ്വന്തമായി ഭക്ഷ്യോൽപാദനത്തിനും അവ ശേഖരിച്ച് വെക്കുവാനും കൈമാറ്റം ചെയ്യുവാനും പഠിച്ചു. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം. ആ ഭക്ഷണത്തിൻ്റെ ചരിത്രം ഭക്ഷണവും മനുഷ്യരും എന്ന ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യമായി ആ പാഠഭാഗം കൂട്ടുകാരെല്ലാവരും നന്നായി വായിക്കണം. നമ്മൾ പഠിക്കുന്നത് ആ പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മക്കളെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ആദ്യം നിങ്ങളെല്ലാവരും പാഠഭാഗങ്ങളെല്ലാം 2-3 തവണ മനസ്സിരുത്തി വായിക്കണം. നമുക്കിപ്പോൾ പഠിക്കാൻ പോകുന്നത് പാഠപുസ്തക പ്രവർത്തനങ്ങളാണ്. ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ നോക്കാം. തുടങ്ങാം നമുക്ക്. ആദ്യത്തെ ചോദ്യം, സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ഏതൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പിൽ ഏതെല്ലാം വിഭവങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം കപ്പ, ചെറുധാന്യങ്ങൾ, കിഴങ്ങുകൾ, പഴവർഗ്ഗങ്ങൾ, ലഡു, പായസം, ഹൽവ, കേക്ക്, മിഠായി, ഉപ്പിലിട്ടത് തുടങ്ങിയവ. ഇത്തരം വിഭവങ്ങളെക്കുറിച്ചാണ് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പിലുള്ളത്. കപ്പ, ചെറുധാന്യങ്ങൾ, കിഴങ്ങുകൾ, പഴവർഗ്ഗങ്ങൾ, ലഡു, പായസം, ഹൽവ, കേക്ക്, മിഠായി, ഉപ്പിലിട്ടത് തുടങ്ങിയവ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നമുക്ക് നോക്കാം അത്. നിങ്ങൾ എന്തൊക്കെ ഭക്ഷ്യവിഭവങ്ങളാണ് കഴിച്ചിട്ടുള്ളത് ആദ്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങൾ കഴിച്ചിട്ടുണ്ട്? ദോശ കഴിച്ചിട്ടില്ലേ നിങ്ങളെല്ലാവരും? ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, കേക്ക്, ചോറ്, സാമ്പാർ, ചിക്കൻ കറി, മീൻ കറി, ഇതെല്ലാം നിങ്ങൾ കഴിച്ചിട്ടുള്ള വിഭവങ്ങളല്ലേ? എല്ലാം കഴിച്ചിട്ടുണ്ടല്ലോ. ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും കേക്കും ചോറ്, സാമ്പാർ, ചിക്കൻ കറി, മീൻ കറി, ഇതെല്ലാം നിങ്ങൾ കഴിച്ചിട്ടുള്ള വിഭവങ്ങളാണ്. അടുത്ത ചോദ്യം, മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് അതിൻ്റെ ഉത്തരം? നമുക്ക് നോക്കാം. ഭക്ഷണം, വെള്ളം, വസ്ത്രം, വായു, പാർപ്പിടം. ഇത്രയും ഘടകങ്ങൾ മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? ഭക്ഷണം, വെള്ളം, വസ്ത്രം, വായു, പാർപ്പിടം. മനസ്സിലായോ? ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ വെള്ളവും വസ്ത്രവും വായുവും പാർപ്പിടവും ഒന്നുമില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുപോലെ മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനം എങ്ങനെയെല്ലാമായിരുന്നു? ആദിമ മനുഷ്യർ എങ്ങനെയൊക്കെയായിരുന്നു ഭക്ഷണം ശേഖരിച്ചിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എങ്ങനെയൊക്കെ ആയിരിക്കാം ആദിമ മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചിട്ടുണ്ടാവുക? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചിരുന്നു. മനുഷ്യർ കൂട്ടമായി മൃഗവേട്ട നടത്തിയിരുന്നു. മീൻ പിടിച്ചിരുന്നു. ഇതൊക്കെയാണ് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദന രീതികൾ. എന്തൊക്കെയാണ്? വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചിരുന്നു, അതുപോലെ തന്നെ മനുഷ്യർ കൂട്ടമായി മൃഗവേട്ട നടത്തിയിരുന്നു, പിന്നെ മീൻ പിടിച്ചിരുന്നു. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് ലഭിച്ചിട്ടുണ്ടാവുക? വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് ലഭിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാകും? അതിൻ്റെ ഉത്തരം മീൻ, മൃഗങ്ങൾ, ഇലകൾ, കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും. ആദിമ മനുഷ്യർക്ക് ഇതൊക്കെ ആയിരുന്നല്ലോ അവരുടെ ആഹാരം. മീനും മൃഗങ്ങളും ഇലകളും കായ്കനികളും വേരുകളും കിഴങ്ങുകളും ഒക്കെ ആയിരുന്നു അവർ ഭക്ഷണ സമ്പാദനം, അതായത് വേട്ടയാടലിലൂടെയൊക്കെ അവർ
ശേഖരിച്ച വസ്തുക്കൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യർ തീ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയത് എങ്ങനെ? എങ്ങനെയാണ് മനുഷ്യർ തീ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയത്? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. അങ്ങനെ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് ആദിമ മനുഷ്യർ മനസ്സിലാക്കി. മനസ്സിലായോ? എങ്ങനെയാണ് ആദിമ മനുഷ്യർ എങ്ങനെയാണ് തീ ഉണ്ടാക്കിയതെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. അങ്ങനെ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് ആദിമ മനുഷ്യർ മനസ്സിലാക്കി. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ആരംഭിച്ചത് എപ്പോഴാണ്? മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ആരംഭിച്ചത് എപ്പോഴാണ്? ആദ്യം മനുഷ്യർ ഭക്ഷണം പാകം ചെയ്തല്ലല്ലോ കഴിച്ചിരുന്നത്, പച്ച മാംസമാണ് കഴിച്ചിരുന്നത്. അവർ എന്നു മുതലാണ് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത് എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരുന്നു ആദിമ മനുഷ്യൻ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. മനസ്സിലായോ? കാട്ടിൽ കാട്ടുതീ ഉണ്ടാകുമ്പോൾ കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോയ മൃഗങ്ങളുടെ ആ വെന്ത മാംസമായിരുന്നു ആദിമ മനുഷ്യർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമെല്ലാം ചുട്ടു തിന്നുവാൻ തുടങ്ങി. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. മനസ്സിലായോ മക്കൾക്ക്? കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരുന്നു ആദിമ മനുഷ്യൻ ആദ്യം കഴിച്ചത്. അതിനുശേഷം അവർ തീ ഉണ്ടാക്കാൻ പഠിച്ചു. തീ ഉണ്ടാക്കിയതിന് ശേഷം ആ തീയെ നിയന്ത്രിക്കാൻ പഠിച്ചു. ആ തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യങ്ങളുമൊക്കെ ആദ്യം പച്ചക്ക് കഴിച്ചിരുന്നത് പിന്നെ ചുട്ട് തിന്നാൻ തുടങ്ങി. അതുപോലെ തന്നെ വേരുകളും കിഴങ്ങുകളും ഒക്കെ പച്ചക്ക് കഴിച്ചുകൊണ്ടിരുന്നത് അതും ചുട്ട് തിന്നാൻ തുടങ്ങി. അങ്ങനെയാണ് ആദിമ മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം ആദിമ മനുഷ്യർ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായത്? ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം ആദിമ മനുഷ്യർ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായത്? നോക്കാം നമുക്കതിൻ്റെ ഉത്തരം. അവർക്ക് ഭക്ഷണം ശേഖരിച്ച് വെക്കാനായിട്ട് എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ ഉത്തരമാണ് ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, കൂടുതൽ ലഭിച്ച ഭക്ഷണം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പഠിച്ചത്. ഇവയൊക്കെയാണ് ആ സാഹചര്യങ്ങൾ. മനസ്സിലായോ? ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്. അപ്പോൾ ഭക്ഷണം കിട്ടാതെ ആയപ്പോഴേക്കും അവർ ഭക്ഷണങ്ങൾ ശേഖരിച്ച് വെക്കാൻ തുടങ്ങി. അപ്പോൾ ഭക്ഷണം ഇല്ലാത്തൊരു സമയത്ത് ആ ശേഖരിച്ച ഭക്ഷണത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവും അതിനൊരു കാരണമാണ്. പിന്നെ ജനസംഖ്യാ വർധനവ്, ആളുകൾ കൂടിയതോടുകൂടി കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളുടെ അളവ് കുറഞ്ഞു. അപ്പോൾ ജനസംഖ്യാ വർധനവ്, പിന്നെ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, പിന്നെ കൂടുതൽ ലഭിച്ച ഭക്ഷണം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പഠിച്ചത്. ഇവയൊക്കെയാണ് അവർ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായത്. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് ഭക്ഷ്യോൽപാദനത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. അത് ഭക്ഷ്യോൽപാദനം. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം. എല്ലാവർക്കും അറിയാലോ, അത് നായയാണിത്. അതിൻ്റെ ഉത്തരം നായയാണ്. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ മൃഗത്തെ ഇണക്കി വളർത്തിയത്? അവർ വേട്ടയാടി ഇടുന്ന മൃഗങ്ങളെ കടിച്ചു കൊണ്ടുവരുവാനും അവരുടെ വേട്ടയാടലിന് സഹായിക്കാനുമൊക്കെ ആദിമ മനുഷ്യർ ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗമാണ് നായ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിലുണ്ടായത്? മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ
എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ മനുഷ്യർ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. അതുവരെ അലഞ്ഞു നടന്നവർ സംഘം ചേർന്ന് നദിക്കരയിൽ താമസമുറപ്പിച്ചു. മനസ്സിലായോ മക്കൾക്കും? മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയതോടുകൂടി അവർക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആ ഒരു സ്വഭാവം അവരിൽ നിന്ന് മാറി. അവർ ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കാനായിട്ട് ഉറപ്പിച്ചു. അത് നദിക്കരകളിൽ താമസിക്കാനുള്ള കാരണം എന്താ? വെള്ളം. അവരുടെ കൃഷിക്ക് ആവശ്യമായ സസ്യങ്ങളെ പരിപാലിക്കുമ്പോൾ വെള്ളം വേണമല്ലോ. ചെടികൾക്ക് നനയ്ക്കാനുള്ള വെള്ളം, അവരുടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം, അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ എല്ലാം ആവശ്യമെല്ലാം കണക്കിലെടുത്ത് അവർ നദിക്കരകളിലാണ് താമസമുറപ്പിച്ചത്. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ മനുഷ്യർ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. അതുവരെ അലഞ്ഞു നടന്നവർ സംഘം ചേർന്ന് നദിക്കരകളിൽ താമസമുറപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി? നോക്കാം നമുക്കത്. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. അതിൻ്റെ ഉത്തരമാണ് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. അവർക്ക് സ്ഥിരതാമസമാക്കിയത് കൊണ്ടുള്ള നേട്ടങ്ങളാണ് അവരുടെ കൃഷി ചെയ്യുന്ന ആ കൃഷിസ്ഥലങ്ങളെ സംരക്ഷിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർ ഭക്ഷണം തേടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. അതായത് അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അവർക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചതോടുകൂടി അവർക്ക് എപ്പോഴും ഇങ്ങനെ വേട്ടയാടി ഒന്നും നടക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്തുപറ്റി? അവർക്ക് കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇതൊക്കെയാണ് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് താമസമാക്കിയത് കൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യൻ നദിക്കരകളിൽ വാസമുറപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ചോദ്യം മനസ്സിലായില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. മനുഷ്യൻ നദിക്കരകളിൽ വാസമുറപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം? അതിൻ്റെ ഉത്തരം കൃഷി ചെയ്ത് ജീവിക്കാൻ വെള്ളം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ആദിമ മനുഷ്യർ നദീതടങ്ങളിൽ വാസമുറപ്പിച്ചു. വസ്ത്രം കഴുകാനും ഭക്ഷണം പാകം ചെയ്യാനും നദികളിലെ വെള്ളം ഉപയോഗിച്ചു. മനസ്സിലായോ മക്കളെ? കൃഷി ചെയ്ത് ജീവിക്കാൻ വെള്ളം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ആദിമ മനുഷ്യർ നദീതടങ്ങളിൽ വാസമുറപ്പിച്ചു. വസ്ത്രം കഴുകാനും ഭക്ഷണം പാകം ചെയ്യാനും നദികളിലെ വെള്ളം ഉപയോഗിച്ചു. ഇത്രയും ടോപ്പിക്ക് നന്നായി പഠിക്കണം. അടുത്ത ടോപ്പിക്കിൽ വരുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം, ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.